നമ്മളൊക്കെ കുട്ടികളോട് പറയാറില്ലേ, നിന്നെ അണ്ണാച്ചിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാ, അല്ലെങ്കിൽ തോട്ടിൽ നിന്ന് കിട്ടിയതാ, അല്ലെങ്കിൽ തോട്ടിന്റെ പാലത്തിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ എന്നിങ്ങനെയൊക്കെ. അല്ലെങ്കിൽ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടാവുമ്പോൾ മൂത്ത കുട്ടീനോട് പറയും, നിന്നെ കാണാനൊരു രസമില്ല, നിന്നെ ഞാർക്കും വേണ്ട എന്നിങ്ങനെയൊക്കെ. ഇതൊക്കെ കുഞ്ഞു മനസ്സ് കാര്യത്തിലെടുക്കും. ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവർക്ക് ടീച്ചർ ബോർഡിൽ എഴുതി കൊടുത്താലും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് കൊടുത്താലും അവർക്കത് നോക്കി എഴുതാൻ പറ്റൂല. അപ്പുറത്തോ ഇപ്പുറത്തോ ഇരിക്കുന്നവരിൽ നോക്കിയിട്ടേ ഇവരെഴുതും. ഇവര് റോഡൊക്കെ മുറിച്ചു കിടക്കുകയാണെങ്കിൽ വാഹനങ്ങൾ രണ്ടു ഭാഗത്തുനിന്നും വരുന്നില്ലെങ്കിലും അവർക്ക് ആരെങ്കിലും വേണ്ടി വരും, ആരെങ്കിലും കൂടെ ഉണ്ടോ നോക്കി നടക്കും. ഇവര് വാലിഡേഷൻ സീക്കേഴ്സ് ആയിട്ടാണ് മാറുന്നത്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഞാൻ ഇങ്ങനെ ചെയ്താലോ, ഞാൻ അങ്ങനെ ചെയ്താലോ, ഞാൻ ഇങ്ങനെ ചെയ്യാട്ടോ എന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇവരൊരു ഫംഗ്ഷനൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എന്നെ ആദ്യം വിളിച്ചില്ല, ഞാൻ എന്റെ വീട്ടിലുള്ള അല്ലെങ്കിൽ കുടുംബത്തിലുള്ള കാരണവര് എന്നല്ലേ ആദ്യം വിളിക്കേണ്ടത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്ക് സ്വയം വാലിഡിറ്റി നഷ്ടപ്പെട്ടതായിട്ട് തോന്നും. ഐ ഡോണ്ട് ബിലോങ് ഹിയർ, ഞാൻ ഇവരിൽ പെട്ടവരല്ല, എനിക്കിവിടെ വാലിഡിറ്റി ഇല്ല എന്നിങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്കുള്ളിലുള്ളത്. ഇവർക്ക് ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ എക്സിറ്റ് അടിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു.